ചില ആളുകൾ ടീമുകളുടെ പേര് നോക്കി അവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. പക്ഷെ ഞങ്ങൾക്കറിയാമായിരുന്നു ഈ മത്സരങ്ങളൊന്നും എളുപ്പമാവില്ലെന്ന്. ഇത് നോക്കൗട്ട് മത്സരങ്ങളാണ്. നമുക്കാരും ഒന്നും വെറുതെ കൊണ്ടുവന്ന് തരില്ല. കേപ്പ് വെർദെക്കെതിരെയുള്ള അർജന്റീനയുടെ റൗണ്ട് ഓഫ് 32 മത്സരം കഴിഞ്ഞിട്ട് ലയണൽ മെസ്സി പറഞ്ഞ വാക്കുകളാണത്. അതിലുണ്ട് എല്ലാം. കേപ്പ് വെർദെ എന്ന കുഞ്ഞൻ ടീം അർജന്റീനയ്ക്കെതിരെ നടത്തിയ പോരാട്ട വീര്യം അത് ഫുട്ബോൾ ലോകം മുഴുവനും കൈയടിച്ചു പോകുന്ന ഒന്നാണ്. ചെറിയ ടീമുകളെന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുള്ള ടീമുകൾ അവരുടെ എല്ലാം സമർപ്പിച്ചൊരു പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പിൽ നമ്മൾ എത്ര കിടിലൻ മത്സരങ്ങൾ കാണുന്നു. ആ കൂട്ടത്തിലേക്ക് ചേർത്ത് വെക്കേണ്ട ഒരു മത്സരമാണിത്. ലയണൽ സ്കലോനിയും അവർക്ക് അഭിനന്ദനങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു. യെസ്, എന്തെല്ലാം സമ്മോഹനമായ മുഹൂർത്തങ്ങളാണ്. മെസ്സിയുടെ ഗോളിൽ അർജന്റീന ലീഡെടുത്തപ്പോൾ കാര്യങ്ങൾ അവർക്ക് പൂർണ്ണമായും അനുകൂലമാകുമെന്ന് കരുതിയതാണ്. പക്ഷേ ഡിഡോയ് ഡുറാറ്റെ ലിച്ച മാർട്ടിനസിൻ്റെ കാലുകൾക്കിടയിലൂടെ അടിച്ചൊരു ബോള് എമി മാർട്ടിനസ് ഒന്നും ചെയ്യാതെ വലയിലേക്ക് കയറിയപ്പോൾ ഗെയിം ഓൺ എന്ന രൂപത്തിലേക്ക് മാറി. പിന്നെ എക്സ്ട്രാ ടൈമിൽ ലിച്ച മാർട്ടിനസ് തന്നെ ഗോളടിച്ചുകൊണ്ട് അർജന്റീനയെ മുന്നിലെത്തിച്ചതാണ്. പക്ഷേ സിഡ്നി ലോപ്പസ് കബ്രാൾ അടിച്ച ആ വേൾഡി ഗോളിനെ നമ്മൾ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണം. വാവ്, വല്ലാത്തൊരു ഗോളാണ് ആ പിറന്നത്. സ്കലോനി പോലും അതിനെക്കുറിച്ച് പിന്നീട് വലിയ വലിയ മതിപ്പോടുകൂടി സംസാരിക്കുന്ന നമ്മൾ കേട്ടു. ഒടുവിൽ ക്യൂട്ടി റൊമേറോയുടെ ഹെഡർ അത് പക്ഷേ ഡിനേയുടെ ഓൺ ഗോളായിട്ടാണ് രേഖപ്പെടുത്തിയത്. അത് അർജന്റീനയെ രക്ഷപ്പെടുത്തി വിടുകയായിരുന്നു. കൈയടിക്കണം ഈ പോരാട്ട വീര്യത്തിനൊപ്പം രണ്ടുപേരെ നമ്മൾ എടുത്തു പറയണം. ചെറുപ്പക്കാരെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ പോരാടിയ രണ്ടുപേര്, 39-കാരനായ ലയണൽ മെസ്സിയും 40-കാരനായ വൊസീഞ്ഞയും. ലിയോ മെസ്സി ഒരു ഗോൾ അടിച്ചു, 9 ഷോട്ടുകളിൽ 6 ഓൺ ടാർഗറ്റിലേക്ക്, 4 കീ പാസുകൾ, 15 ഡ്യുവൽസിൽ 8 വിൻ ചെയ്തു അങ്ങ് പോരാടുന്ന കാഴ്ച. ഈ പ്രായത്തിലും അദ്ദേഹം 120 മിനിറ്റുകൾ കളിച്ചു. വൊസീഞ്ഞ ഗോൾ കീപ്പറാണ്, അദ്ദേഹവും ഇത്രയും സമയം കളിച്ചു. പക്ഷേ 8 സേവുകൾ, 3 സേവുകൾ ഇൻസൈഡ് ദി ബോക്സിൽ നിന്നുള്ള ഷോട്ടുകളായിരുന്നു, 3 സക്സസ്ഫുൾ റൺഔട്ട്സുകൾ, 3 ഡ്യുവൽസിൽ 3 വിജയിച്ചു. അങ്ങനെ കിടിലൻ പോരാട്ടം അദ്ദേഹവും നടത്തി. ഉറപ്പിച്ചു പറയാം, ഡ്യുവൽ ഫോർ ദി ഏജസ്.